എഡ്യൂക്കേസ്റ്റ് അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കേരള PSCയുടെ വരുന്ന പരീക്ഷകൾക്കായിട്ട് തയ്യാറാക്കിയ പ്രധാനപ്പെട്ട 100 ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. ചോദ്യങ്ങളിലേക്ക് കടക്കാം. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ ഓർമ്മയ്ക്കായി ബി കല്യാണിയമ്മ രചിച്ച ഗ്രന്ഥം ഏതാണ്? സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ ഓർമ്മയ്ക്കായി ബി കല്യാണിയമ്മ രചിച്ച ഗ്രന്ഥം വ്യാഴവട്ട സ്മരണകൾ. വ്യാഴവട്ട സ്മരണകൾ എന്ന ഗ്രന്ഥമാണ് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ ഓർമ്മയ്ക്കായി ബി കല്യാണിയമ്മ രചിച്ച ഗ്രന്ഥം. ഏതൊക്കെ ഗ്രഹങ്ങൾക്കിടയിലാണ് ആസ്ട്രോയിഡ് ബെൽറ്റ് കാണപ്പെടുന്നത്? ഏതൊക്കെ ഗ്രഹങ്ങൾക്കിടയിലാണ് ആസ്ട്രോയിഡ് ബെൽറ്റ് കാണപ്പെടുന്നത്? ചൊവ്വയ്ക്കും വ്യാഴത്തിനുമിടയിൽ. ചൊവ്വയ്ക്കും വ്യാഴത്തിനുമിടയിലാണ് ആസ്ട്രോയിഡ് ബെൽറ്റ് കാണപ്പെടുന്നത്. ഇനി ഞാൻ ഉറങ്ങട്ടെ രചിച്ചത്? ഇനി ഞാൻ ഉറങ്ങട്ടെ രചിച്ചത് PK ബാലകൃഷ്ണൻ. PK ബാലകൃഷ്ണനാണ് ഇനി ഞാൻ ഉറങ്ങട്ടെ രചിച്ചത്. മലബാറിൽ എല്ലാ ഹിന്ദുക്കൾക്കും ക്ഷേത്രപ്രവേശനം അനുവദിച്ച വർഷം? മലബാറിൽ എല്ലാ ഹിന്ദുക്കൾക്കും ക്ഷേത്രപ്രവേശനം അനുവദിച്ച വർഷം 1947. 1947 മലബാറിൽ എല്ലാ ഹിന്ദുക്കൾക്കും ക്ഷേത്രപ്രവേശനം അനുവദിച്ചത്. അന്തരീക്ഷത്തിലെ ഏറ്റവും താഴത്തെ പാളി? അന്തരീക്ഷത്തിലെ ഏറ്റവും താഴത്തെ പാളി ട്രോപ്പോസ്ഫിയർ. ട്രോപ്പോസ്ഫിയർ ആണ് അന്തരീക്ഷത്തിലെ ഏറ്റവും താഴത്തെ പാളി. പ്രഥമ ആധുനിക ഒളിമ്പിക്സിന് വേദിയായത്? പ്രഥമ ആധുനിക ഒളിമ്പിക്സിന് വേദിയായത് ഏഥൻസ്. ഏഥൻസിലാണ് പ്രഥമ ആധുനിക ഒളിമ്പിക്സ് നടന്നത്. കൊല്ലവർഷം തുടങ്ങിയത്? കൊല്ലവർഷം തുടങ്ങിയത് AD 825. AD 825 കൊല്ലവർഷം തുടങ്ങിയത്. പ്രകാശം ഒരു വർഷം കൊണ്ട് സഞ്ചരിക്കുന്ന ദൂരമാണ്? പ്രകാശം ഒരു വർഷം കൊണ്ട് സഞ്ചരിക്കുന്ന ദൂരം പ്രകാശവർഷം. പ്രകാശവർഷം എന്നാണ് പ്രകാശം ഒരു വർഷം കൊണ്ട് സഞ്ചരിക്കുന്ന ദൂരം അറിയപ്പെടുന്നത്. ഓടയിൽ നിന്ന് എന്ന നോവൽ രചിച്ചത്? ഓടയിൽ നിന്ന് എന്ന നോവൽ രചിച്ചത് കേശവദേവ്. കേശവദേവാണ് ഓടയിൽ നിന്ന് എന്ന നോവൽ രചിച്ചത്. രംഗസ്വാമി കപ്പ് എന്തുമായി ബന്ധപ്പെട്ടതാണ്? രംഗസ്വാമി കപ്പ് എന്തുമായി ബന്ധപ്പെട്ടതാണ്? ഹോക്കി. ഹോക്കിയുമായി ബന്ധപ്പെട്ടതാണ് രംഗസ്വാമി കപ്പ്. ട്രാൻസ്ഫോമറിൻ്റെ പ്രവർത്തന തത്വം? ട്രാൻസ്ഫോമറിൻ്റെ പ്രവർത്തന തത്വം മ്യൂച്വൽ ഇൻഡക്ഷൻ. മ്യൂച്വൽ ഇൻഡക്ഷനാണ് ട്രാൻസ്ഫോമറിൻ്റെ പ്രവർത്തന തത്വം. പച്ച നിറമുള്ള ഡിസ്ചാർജ് ലാമ്പിൽ നിറച്ചിരിക്കുന്ന വാതകം? പച്ച നിറമുള്ള ഡിസ്ചാർജ് ലാമ്പിൽ നിറച്ചിരിക്കുന്ന വാതകം ക്ലോറിൻ. ക്ലോറിൻ വാതകമാണ് പച്ച നിറമുള്ള ഡിസ്ചാർജ് ലാമ്പിൽ നിറച്ചിരിക്കുന്ന വാതകം. ടിപ്പു സുൽത്താൻ തിരുവിതാംകൂർ ആക്രമണം നിർത്തിയത് എന്തുകൊണ്ട്? ടിപ്പു സുൽത്താൻ തിരുവിതാംകൂർ ആക്രമണം നിർത്തിയത് എന്തുകൊണ്ടായിരുന്നു? ബ്രിട്ടീഷുകാർ മൈസൂർ ആക്രമിച്ചതുകൊണ്ട്. ബ്രിട്ടീഷുകാർ മൈസൂർ ആക്രമിച്ചതുകൊണ്ടാണ് ടിപ്പു സുൽത്താൻ തിരുവിതാംകൂർ ആക്രമണം നിർത്തിയത്. വാഹനങ്ങളുടെ വേഗം അളക്കുന്ന ഉപകരണം? വാഹനങ്ങളുടെ വേഗം അളക്കുന്ന ഉപകരണം സ്പീഡോമീറ്റർ. സ്പീഡോമീറ്ററാണ് വാഹനങ്ങളുടെ വേഗം അളക്കുന്ന ഉപകരണം. കേരള കാളിദാസൻ എന്നറിയപ്പെട്ടത്? കേരള കാളിദാസൻ എന്നറിയപ്പെട്ടത് കേരളവർമ്മ വലിയ കോയിത്തമ്പുരാൻ. കേരളവർമ്മ വലിയ കോയിത്തമ്പുരാനാണ് കേരള കാളിദാസൻ എന്നറിയപ്പെട്ടത്. കൊടുമുടികളുടെ ശൃംഖത്തിൽ ചവിട്ടരുത് എന്ന വ്യവസ്ഥയോടെ മാത്രം പർവ്വതാരോഹകരെ കയറ്റിവിടുന്ന കൊടുമുടിയേത്? കൊടുമുടികളുടെ ശൃംഖത്തിൽ ചവിട്ടരുത് എന്ന വ്യവസ്ഥയോടെ മാത്രം പർവ്വതാരോഹകരെ കയറ്റിവിടുന്ന കൊടുമുടി കാഞ്ചൻജംഗ. കാഞ്ചൻജംഗയാണ് കൊടുമുടികളുടെ ശൃംഖത്തിൽ ചവിട്ടരുത് എന്ന വ്യവസ്ഥയോടെ മാത്രം പർവ്വതാരോഹകരെ കയറ്റിവിടുന്ന കൊടുമുടി. പ്ലാസി യുദ്ധം നടന്ന വർഷം? പ്ലാസി യുദ്ധം നടന്ന വർഷം 1757. 1757 പ്ലാസി യുദ്ധം നടന്നത്. ബച്പൻ ബച്ചാവോ ആന്തോളന് തുടക്കമിട്ടതാര്? ബച്പൻ ബച്ചാവോ ആന്തോളന്
തുടക്കമിട്ടത് കൈലാഷ് സത്യാർത്ഥി. കൈലാഷ് സത്യാർത്ഥിയാണ് ബച്പൻ ബച്ചാവോ ആന്തോളന് തുടക്കമിട്ടത്. പാലിൻ്റെ ഗുണനിലവാരം അളക്കാൻ ഉപയോഗിക്കുന്നത്. പാലിൻ്റെ ഗുണനിലവാരം അളക്കാൻ ഉപയോഗിക്കുന്നത് ലാക്ടോമീറ്റർ. ലാക്ടോമീറ്റർ ഉപയോഗിച്ചാണ് പാലിൻ്റെ ഗുണനിലവാരം അളക്കുന്നത്. ദേശീയ അധ്യാപക ദിനം. ദേശീയ അധ്യാപക ദിനം സെപ്റ്റംബർ 5. സെപ്റ്റംബർ 5-നാണ് ദേശീയ അധ്യാപക ദിനം. കേരള വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ടെലിവിഷൻ ചാനൽ. കേരള വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ടെലിവിഷൻ ചാനൽ കൈറ്റ് വിക്ടേഴ്സ്. കൈറ്റ് വിക്ടേഴ്സ് ആണ് കേരള വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ടെലിവിഷൻ ചാനൽ. ഭൂമിയുടെ ഭ്രമണപഥത്തിൽ ആദ്യമായി സ്ഥാപിച്ച ബഹിരാകാശ കേന്ദ്രം. ഭൂമിയുടെ ഭ്രമണപഥത്തിൽ ആദ്യമായി സ്ഥാപിച്ച ബഹിരാകാശ കേന്ദ്രം സെല്യൂട്ട് 1. സെല്യൂട്ട് 1 ഭൂമിയുടെ ഭ്രമണപഥത്തിൽ ആദ്യമായി സ്ഥാപിച്ച ബഹിരാകാശ കേന്ദ്രം. ബൈഫോക്കൽ ലെൻസ് കണ്ടുപിടിച്ചത് ആരാണ്? ബൈഫോക്കൽ ലെൻസ് കണ്ടുപിടിച്ചത് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ. ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനാണ് ബൈഫോക്കൽ ലെൻസ് കണ്ടുപിടിച്ചത്. ഏതു രാജ്യത്തെ ലിപിയായിരുന്നു ഹീറോഗ്ലിഫിക്സ്? ഏതു രാജ്യത്തെ ലിപിയായിരുന്നു ഹീറോഗ്ലിഫിക്സ്? ഈജിപ്ത്. ഈജിപ്തിലെ ലിപിയായിരുന്നു ഹീറോഗ്ലിഫിക്സ്. എനിക്ക് ജീവിതത്തിൽ 3 സാധനങ്ങളെ ആവശ്യമുള്ളൂ. അവ പുസ്തകങ്ങൾ, പുസ്തകങ്ങൾ, പുസ്തകങ്ങൾ. ഇവ മാത്രം. ഇതാരുടെ വാക്കുകളാണ്? എനിക്ക് ജീവിതത്തിൽ 3 സാധനങ്ങളെ ആവശ്യമുള്ളൂ. അവ പുസ്തകങ്ങൾ, പുസ്തകങ്ങൾ, പുസ്തകങ്ങൾ. ഇവ മാത്രം. ഇതാരുടെ വാക്കുകളാണ്? ടോൾസ്റ്റോയ്. ടോൾസ്റ്റോയുടെ വാക്കുകളാണ് എനിക്ക് ജീവിതത്തിൽ 3 സാധനങ്ങളെ ആവശ്യമുള്ളൂ. അവ പുസ്തകങ്ങൾ, പുസ്തകങ്ങൾ, പുസ്തകങ്ങൾ. ഇവ മാത്രം എന്നത്. ആദ്യമായി ഹൈഡ്രജൻ ബോംബ് ഉണ്ടാക്കിയത്. ആദ്യമായി ഹൈഡ്രജൻ ബോംബ് ഉണ്ടാക്കിയത് എഡ്വേർഡ് ടെല്ലർ. എഡ്വേർഡ് ടെല്ലർ ആയിരുന്നു ആദ്യമായി ഹൈഡ്രജൻ ബോംബ് ഉണ്ടാക്കിയത്. പാക് കടലിടുക്ക്, പാക് സ്ട്രേറ്റ് ഏതെല്ലാം രാജ്യങ്ങൾക്കിടയിലാണ്? പാക് സ്ട്രേറ്റ് ഏതെല്ലാം രാജ്യങ്ങൾക്കിടയിലാണ്? ഇന്ത്യക്കും ശ്രീലങ്കയ്ക്കും ഇടയിലാണ്. പാക് കടലിടുക്ക് ഇന്ത്യക്കും ശ്രീലങ്കയ്ക്കും ഇടയിലാണ്. ഇന്ത്യയിൽ മുഗൾ ഭരണത്തിന് അടിത്തറ പാകിയ യുദ്ധം. ഇന്ത്യയിൽ മുഗൾ ഭരണത്തിന് അടിത്തറ പാകിയ യുദ്ധം 1-ാം പാനിപ്പട്ട് യുദ്ധം. 1526-ലെ 1-ാം പാനിപ്പട്ട് യുദ്ധമായിരുന്നു ഇന്ത്യയിൽ മുഗൾ ഭരണത്തിന് അടിത്തറ പാകിയ യുദ്ധം. ആൽപ്സ് പർവ്വതത്തിൻ്റെ വടക്കേ ചെരുവിൽ വീശുന്ന ഉഷ്ണക്കാറ്റ്. ആൽപ്സ് പർവ്വതത്തിൻ്റെ വടക്കേ ചെരുവിൽ വീശുന്ന ഉഷ്ണക്കാറ്റ് ഫൊൻ. ഫൊൻ എന്ന ഉഷ്ണക്കാറ്റാണ് ആൽപ്സ് പർവ്വതത്തിൻ്റെ വടക്കേ ചെരുവിൽ വീശുന്ന ഉഷ്ണക്കാറ്റ്. അജന്ത ഗുഹകൾ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. അജന്ത ഗുഹകൾ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം മഹാരാഷ്ട്ര. മഹാരാഷ്ട്രയിലാണ് അജന്ത ഗുഹകൾ സ്ഥിതി ചെയ്യുന്നത്. ഭൂമിയിൽ നിന്ന് ദൃശ്യമാകുന്ന ചന്ദ്രോപരിതലത്തിൻ്റെ ഭാഗം. ഭൂമിയിൽ നിന്ന് ദൃശ്യമാകുന്ന ചന്ദ്രോപരിതലത്തിൻ്റെ ഭാഗം 59%. ഭൂമിയിൽ നിന്ന് 59% ചന്ദ്രോപരിതലം ദൃശ്യമാകുന്നത്. ഞരമ്പുകളുടെ പഠനം സംബന്ധിച്ച ശാസ്ത്രശാഖ. ഞരമ്പുകളുടെ പഠനം സംബന്ധിച്ച ശാസ്ത്രശാഖ ന്യൂറോളജി. ന്യൂറോളജിയാണ് ഞരമ്പുകളുടെ പഠനം സംബന്ധിച്ച ശാസ്ത്രശാഖ. ഇംഗ്ലീഷ് ചാനൽ നീന്തിക്കടന്ന ആദ്യത്തെ ഇന്ത്യക്കാരൻ. ഇംഗ്ലീഷ് ചാനൽ നീന്തിക്കടന്ന ആദ്യത്തെ ഇന്ത്യക്കാരൻ മിഹിർസൻ. മിഹിർസൻ ആണ് ഇംഗ്ലീഷ് ചാനൽ നീന്തിക്കടന്ന ആദ്യത്തെ ഇന്ത്യക്കാരൻ. ഇന്ത്യ സ്വതന്ത്രമാകുമ്പോൾ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്നത്. ഇന്ത്യ സ്വതന്ത്രമാകുമ്പോൾ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്നത് ക്ലെമന്റ് ആറ്റ്ലി. ക്ലെമന്റ് ആറ്റ്ലി ആയിരുന്നു ഇന്ത്യ സ്വതന്ത്രമാകുമ്പോൾ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആയിരുന്നത്. മലമ്പനിക്ക് കാരണമായ കൊതുകുവർഗം. മലമ്പനിക്ക് കാരണമായ കൊതുകുവർഗം അനോഫിലസ്. അനോഫിലസ് കൊതുകുവർഗമാണ് മലമ്പനിക്ക് കാരണമാകുന്നത്. ഇന്ത്യ റിപ്പബ്ലിക്കായ വർഷം. ഇന്ത്യ റിപ്പബ്ലിക്കായ വർഷം 1950. 1950-ലാണ് ഇന്ത്യ റിപ്പബ്ലിക്കായത്. കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം എവിടെയാണ്? കേന്ദ്ര
കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം എവിടെയാണ്? ശ്രീകാര്യം. തിരുവനന്തപുരത്തെ ശ്രീകാര്യത്താണ് കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം. മാർത്താണ്ഡവർമ്മ എന്ന നോവൽ എഴുതിയത്? മാർത്താണ്ഡവർമ്മ എന്ന നോവൽ എഴുതിയത് സി വി രാമൻപിള്ള. സി വി രാമൻപിള്ളയാണ് മാർത്താണ്ഡവർമ്മ എന്ന നോവൽ എഴുതിയത്. മഴമേഘങ്ങൾ എന്നറിയപ്പെടുന്നത്? മഴമേഘങ്ങൾ എന്നറിയപ്പെടുന്നത് ക്യുമുലോസ്ട്രാറ്റസ്. ക്യുമുലോസ്ട്രാറ്റസ് മേഘങ്ങളാണ് മഴമേഘങ്ങൾ എന്നറിയപ്പെടുന്നത്. ഭാരത സർക്കാർ സിനിമയെ വ്യവസായമായി അംഗീകരിച്ച വർഷം? ഭാരത സർക്കാർ സിനിമയെ വ്യവസായമായി അംഗീകരിച്ച വർഷം 2001. ഭാരത സർക്കാർ 2001 സിനിമയെ വ്യവസായമായി അംഗീകരിച്ച വർഷം. മൈദമാവിൽ അടങ്ങിയിരിക്കുന്ന പ്രോട്ടീൻ? മൈദമാവിൽ അടങ്ങിയിരിക്കുന്ന പ്രോട്ടീൻ ഗ്ലൂട്ടൻ. ഗ്ലൂട്ടനാണ് മൈദമാവിൽ അടങ്ങിയിരിക്കുന്ന പ്രോട്ടീൻ. ഡിസ്കവറി ഓഫ് ഇന്ത്യ രചിച്ചത്? ഡിസ്കവറി ഓഫ് ഇന്ത്യ രചിച്ചത് ജവഹർലാൽ നെഹ്റു. ജവഹർലാൽ നെഹ്റു ആണ് ഡിസ്കവറി ഓഫ് ഇന്ത്യ രചിച്ചത്. ഇന്ത്യയിൽ സായുധ സേനകളുടെ സർവ്വസൈന്യാധിപൻ ആരാണ്? ഇന്ത്യയിൽ സായുധ സേനകളുടെ സർവ്വസൈന്യാധിപൻ ആരാണ്? പ്രസിഡന്റ്. ഇന്ത്യയിൽ പ്രസിഡന്റാണ് സായുധ സേനകളുടെ സർവ്വസൈന്യാധിപൻ. ഇന്ത്യക്കാർ സൈമൺ കമ്മീഷനെ ബഹിഷ്കരിക്കാൻ കാരണം? ഇന്ത്യക്കാർ സൈമൺ കമ്മീഷനെ ബഹിഷ്കരിക്കാൻ കാരണം അംഗങ്ങളിൽ ഇന്ത്യക്കാർ ഇല്ലാത്തതിനാൽ. അംഗങ്ങളിൽ ഇന്ത്യക്കാർ ഇല്ലാത്തതിനാലായിരുന്നു ഇന്ത്യക്കാർ സൈമൺ കമ്മീഷനെ ബഹിഷ്കരിക്കാൻ കാരണമായത്. ആദംസ് ബ്രിഡ്ജ് ഏതൊക്കെ രാജ്യങ്ങൾക്കിടയിലാണ്? ആദംസ് ബ്രിഡ്ജ് ഏതൊക്കെ രാജ്യങ്ങൾക്കിടയിലാണ്? ഇന്ത്യക്കും ശ്രീലങ്കയ്ക്കും. ഇന്ത്യക്കും ശ്രീലങ്കയ്ക്കും ഇടയിലാണ് ആദംസ് ബ്രിഡ്ജ്. ഫിനാൻസ് കമ്മീഷൻ ചെയർമാനെ നിയമിക്കുന്നത് ആരാണ്? ഫിനാൻസ് കമ്മീഷൻ ചെയർമാനെ നിയമിക്കുന്നത് പ്രസിഡന്റ്. പ്രസിഡന്റാണ് ഫിനാൻസ് കമ്മീഷൻ ചെയർമാനെ നിയമിക്കുന്നത്. ശിലാക്ഷേത്രങ്ങൾക്ക് പ്രസിദ്ധമായ തമിഴ്നാട്ടിലെ തീരപ്പട്ടണം? ശിലാക്ഷേത്രങ്ങൾക്ക് പ്രസിദ്ധമായ തമിഴ്നാട്ടിലെ തീരപ്പട്ടണം മഹാബലിപുരം. മഹാബലിപുരമാണ് ശിലാക്ഷേത്രങ്ങൾക്ക് പ്രസിദ്ധമായ തമിഴ്നാട്ടിലെ തീരപ്പട്ടണം. കോഴിമുട്ടയുടെ വെള്ളയിൽ അടങ്ങിയിരിക്കുന്ന പോഷകമൂല്യം? കോഴിമുട്ടയുടെ വെള്ളയിൽ അടങ്ങിയിരിക്കുന്ന പോഷകമൂല്യം പ്രോട്ടീൻ. പ്രോട്ടീനാണ് കോഴിമുട്ടയുടെ വെള്ളയിൽ അടങ്ങിയിരിക്കുന്ന പോഷകമൂല്യം. സിംല കരാറിൽ ഒപ്പുവെച്ചത്? സിംല കരാറിൽ ഒപ്പുവെച്ചത് സുൽഫിക്കർ അലി ഭൂട്ടോയും ഇന്ദിരാഗാന്ധിയും. സുൽഫിക്കർ അലി ഭൂട്ടോയും ഇന്ദിരാഗാന്ധിയുമായിരുന്നു സിംല കരാറിൽ ഒപ്പുവെച്ചത്. ഏറ്റവും തിളക്കമുള്ള ഗ്രഹം? ഏറ്റവും തിളക്കമുള്ള ഗ്രഹം ശുക്രൻ. ശുക്രനാണ് ഏറ്റവും തിളക്കമുള്ള ഗ്രഹം. സൗരോർജം ഭൂമിയിലെത്തുന്ന രീതി? സൗരോർജം ഭൂമിയിലെത്തുന്ന രീതി വികിരണം. വികിരണം മൂലമാണ് സൗരോർജം ഭൂമിയിലെത്തുന്നത്. 1959 സ്ഥാപിതമായ നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമ എവിടെയാണ്? 1959 സ്ഥാപിതമായ നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമ എവിടെയാണ്? ന്യൂഡൽഹി. ന്യൂഡൽഹിയിലാണ് 1959 സ്ഥാപിതമായ നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമ സ്ഥിതി ചെയ്യുന്നത്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ന്യൂട്രീഷൻ. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ന്യൂട്രീഷൻ എവിടെയാണ്? ഹൈദരാബാദ്. ഹൈദരാബാദിലാണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ന്യൂട്രീഷൻ സ്ഥിതി ചെയ്യുന്നത്. അശോക ചക്രത്തിലെ അരക്കാലുകൾ? അശോക ചക്രത്തിൽ എത്ര അരക്കാലുകളാണുള്ളത്? 24. അശോക ചക്രത്തിൽ 24 അരക്കാലുകളാണ് ഉള്ളത്. APJ അബ്ദുൽ കലാമിന് ഭാരതരത്ന ലഭിച്ച വർഷം? APJ അബ്ദുൽ കലാമിന് ഭാരതരത്ന ലഭിച്ച വർഷം 1997. 1997 APJ അബ്ദുൽ കലാമിന് ഭാരതരത്ന ലഭിച്ചത്. എല്ലാ ഇന്ത്യൻ കുടുംബങ്ങൾക്കും സീറോ ബാലൻസ് ബാങ്ക് അക്കൗണ്ട് തുറക്കാൻ ലക്ഷ്യമിടുന്ന പദ്ധതി? എല്ലാ ഇന്ത്യൻ കുടുംബങ്ങൾക്കും സീറോ ബാലൻസ് ബാങ്ക് അക്കൗണ്ട് തുറക്കാൻ ലക്ഷ്യമിടുന്ന പദ്ധതി ജൻധൻ യോജന. ജൻധൻ യോജനയാണ് എല്ലാ ഇന്ത്യൻ കുടുംബങ്ങൾക്കും സീറോ ബാലൻസ് ബാങ്ക് അക്കൗണ്ട് തുറക്കാൻ ലക്ഷ്യമിടുന്ന പദ്ധതി. ഒളിമ്പിക്സ് ചിഹ്നത്തിൽ എത്ര വളയങ്ങൾ ഉണ്ട്? ഒളിമ്പിക്സ് ചിഹ്നത്തിൽ എത്ര വളയങ്ങളാണുള്ളത്?
5 വളയങ്ങൾ. ഒളിമ്പിക്സ് ചിഹ്നത്തിൽ 5 വളയങ്ങളാണ് ഉള്ളത്. ഇന്ത്യൻ ബജറ്റിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. ഇന്ത്യൻ ബഡ്ജറ്റിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് PC മഹലനോബിസ്. PC മഹലനോബിസ് ആണ് ഇന്ത്യൻ ബഡ്ജറ്റിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. ഈർപ്പം അളക്കുന്നതിനുള്ള ഉപകരണം. ഈർപ്പം അളക്കുന്നതിനുള്ള ഉപകരണം ഹൈഗ്രോമീറ്റർ. ഹൈഗ്രോമീറ്റർ ആണ് ഈർപ്പം അളക്കുന്നതിനുള്ള ഉപകരണം. കുട്ടൻകുളം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട ക്ഷേത്രം. കുട്ടൻകുളം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട ക്ഷേത്രം കൂടൽമാണിക്യം ക്ഷേത്രം. കൂടൽമാണിക്യം ക്ഷേത്രമാണ് കുട്ടൻകുളം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട ക്ഷേത്രം. ചിപ്കോ പ്രസ്ഥാനം എന്തിനു വേണ്ടി നിലകൊള്ളുന്നു? ചിപ്കോ പ്രസ്ഥാനം എന്തിനു വേണ്ടിയാണ് നിലകൊള്ളുന്നത്? പരിസ്ഥിതി സംരക്ഷണം. പരിസ്ഥിതി സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ് ചിപ്കോ പ്രസ്ഥാനം നിലകൊള്ളുന്നത്. ഇന്ത്യയിൽ ഏത് മേഖലയിലാണ് സഹകരണ പ്രസ്ഥാനം ആദ്യമായി ആരംഭിച്ചത്? ഇന്ത്യയിൽ ഏത് മേഖലയിലാണ് സഹകരണ പ്രസ്ഥാനം ആദ്യമായി ആരംഭിച്ചത്? കാർഷിക കടം. ഇന്ത്യയിൽ കാർഷിക കടത്തിൻ്റെ മേഖലയിലാണ് സഹകരണ പ്രസ്ഥാനം ആദ്യമായി ആരംഭിച്ചത്. ആദ്യത്തെ വേദം ഋഗ്വേദം. ഋഗ്വേദമാണ് ആദ്യത്തെ വേദം. കായിക പരിശീലകർക്കുള്ള ദേശീയ അവാർഡ്. കായിക പരിശീലകർക്കുള്ള ദേശീയ അവാർഡ് ദ്രോണാചാര്യ അവാർഡ്. ദ്രോണാചാര്യ അവാർഡാണ് കായിക പരിശീലകർക്കുള്ള ദേശീയ അവാർഡ്. കുടൽ കമ്മീഷൻ എന്തിനെക്കുറിച്ചാണ് അന്വേഷിച്ചത്? കുടൽ കമ്മീഷൻ എന്തിനെക്കുറിച്ചായിരുന്നു അന്വേഷിച്ചത്? ഗാന്ധി സ്മാരക നിധിയുടെ പ്രവർത്തനം. ഗാന്ധി സ്മാരക നിധിയുടെ പ്രവർത്തനത്തെക്കുറിച്ചായിരുന്നു കുടൽ കമ്മീഷൻ അന്വേഷിച്ചത്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യാനോഗ്രഫി എവിടെയാണ്? നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യാനോഗ്രഫി എവിടെയാണ്? പനാജി. പനാജിയിലാണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യാനോഗ്രഫി. ആപേക്ഷികതാ സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ്. ആപേക്ഷികതാ സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് ആൽബർട്ട് ഐൻസ്റ്റീൻ. ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ് ആപേക്ഷികതാ സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ്. ഇന്ത്യൻ യൂണിയൻ്റെ ഏറ്റവും തെക്കേ അറ്റം. ഇന്ത്യൻ യൂണിയൻ്റെ ഏറ്റവും തെക്കേ അറ്റം ഇന്ദിരാ പോയിന്റ്. ഇന്ദിരാ പോയിന്റ് ആണ് ഇന്ത്യൻ യൂണിയൻ്റെ ഏറ്റവും തെക്കേ അറ്റം. ഹെപ്പറ്റൈറ്റിസ് ബാധിക്കുന്ന ശരീരഭാഗം. ഹെപ്പറ്റൈറ്റിസ് ബാധിക്കുന്ന ശരീരഭാഗം കരൾ. കരളിനെയാണ് ഹെപ്പറ്റൈറ്റിസ് ബാധിക്കുന്നത്. ലോകത്തിൻ്റെ മേൽക്കൂര എന്നറിയപ്പെടുന്നത്. ലോകത്തിൻ്റെ മേൽക്കൂര എന്നറിയപ്പെടുന്നത് പാമീർ. പാമീറാണ് ലോകത്തിൻ്റെ മേൽക്കൂര എന്നറിയപ്പെടുന്നത്. നാഷണൽ ഡിഫൻസ് അക്കാദമി എവിടെയാണ്? നാഷണൽ ഡിഫൻസ് അക്കാദമി എവിടെയാണ്? ഖടക്വാസ്ല. ഖടക്വാസ്ലയിലാണ് നാഷണൽ ഡിഫൻസ് അക്കാദമി സ്ഥിതി ചെയ്യുന്നത്. ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്കിൻ്റെ ആസ്ഥാനം. ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്കിൻ്റെ ആസ്ഥാനം മനില. മനിലയാണ് ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്കിൻ്റെ ആസ്ഥാനം. കുളു താഴ്വര ഏത് സംസ്ഥാനത്താണ്? കുളു താഴ്വര ഏത് സംസ്ഥാനത്താണ്? ഹിമാചൽ പ്രദേശ്. ഹിമാചൽ പ്രദേശ് സംസ്ഥാനത്തിലാണ് കുളു താഴ്വര. കോർബറ്റ് നാഷണൽ പാർക്ക് ഏത് സംസ്ഥാനത്താണ്? കോർബറ്റ് നാഷണൽ പാർക്ക് ഏത് സംസ്ഥാനത്താണ്? ഉത്തരാഖണ്ഡ്. ഉത്തരാഖണ്ഡിലാണ് കോർബറ്റ് നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. ദി ട്രിബ്യൂൺ എവിടെ നിന്നുമാണ് പ്രസിദ്ധീകരിക്കുന്നത്? ദി ട്രിബ്യൂൺ എവിടെ നിന്നുമാണ് പ്രസിദ്ധീകരിക്കുന്നത്? ചണ്ഡീഗഡ്. ചണ്ഡീഗഡിൽ നിന്നുമാണ് ദി ട്രിബ്യൂൺ പ്രസിദ്ധീകരിക്കുന്നത്. പറങ്കിപ്പടയാളി രചിച്ചത്. പറങ്കിപ്പടയാളി രചിച്ചത് സർദാർ KM പണിക്കർ. സർദാർ KM പണിക്കറാണ് പറങ്കിപ്പടയാളി രചിച്ചത്. പ്രിസൺ ഡയറി രചിച്ചത്. പ്രിസൺ ഡയറി രചിച്ചത് ജയപ്രകാശ് നാരായൺ. ജയപ്രകാശ് നാരായണാണ് പ്രിസൺ ഡയറി രചിച്ചത്. കവിയുടെ കാൽപ്പാടുകൾ ആരുടെ ആത്മകഥയാണ്? കവിയുടെ കാൽപ്പാടുകൾ ആരുടെ ആത്മകഥയാണ്? പി കുഞ്ഞിരാമൻ നായർ. പി കുഞ്ഞിരാമൻ നായരുടെ ആത്മകഥയാണ് കവിയുടെ കാൽപ്പാടുകൾ. ജാലിയൻ വാലാബാഗ് ഏത് സംസ്ഥാനത്താണ്? ജാലിയൻ വാലാബാഗ്
ഏത് സംസ്ഥാനത്താണ്? പഞ്ചാബ്. പഞ്ചാബിലാണ് ജാലിയൻ വാലാബാഗ്. ബച്ചാവത്ത് റിപ്പോർട്ട് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ബച്ചാവത്ത് റിപ്പോർട്ട് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പത്രപ്രവർത്തകരുടെ വേതനം. പത്രപ്രവർത്തകരുടെ വേതനവുമായി ബന്ധപ്പെട്ടാണ് ബച്ചാവത്ത് റിപ്പോർട്ട്. ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പീച്ച് ആൻഡ് ഹിയറിംഗ് എവിടെയാണ്? ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പീച്ച് ആൻഡ് ഹിയറിംഗ് എവിടെയാണ്? മൈസൂർ. മൈസൂരിലാണ് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പീച്ച് ആൻഡ് ഹിയറിംഗ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആസ്ട്രോഫിസിക്സ് എവിടെയാണ്? ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആസ്ട്രോഫിസിക്സ് എവിടെയാണ്? ബാംഗ്ലൂർ. ബാംഗ്ലൂരിലാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആസ്ട്രോഫിസിക്സ്. ഏതെല്ലാം ഭാഷകൾ ചേർന്നതാണ് മണിപ്രവാളം? ഏതെല്ലാം ഭാഷകൾ ചേർന്നതാണ് മണിപ്രവാളം? മലയാളവും സംസ്കൃതവും. മലയാളവും സംസ്കൃതവും ചേർന്നതാണ് മണിപ്രവാളം. ഏത് നദിയുടെ തീരത്താണ് ആഗ്ര? ഏത് നദിയുടെ തീരത്താണ് ആഗ്ര? യമുന. യമുന നദിയുടെ തീരത്താണ് ആഗ്ര. വിജയവാഡ ഏത് നദിയുടെ തീരത്താണ്? വിജയവാഡ ഏത് നദിയുടെ തീരത്താണ്? കൃഷ്ണ. കൃഷ്ണ നദിയുടെ തീരത്താണ് വിജയവാഡ. ഗുവാഹത്തി ഏത് നദിയുടെ തീരത്താണ്? ഗുവാഹത്തി ഏത് നദിയുടെ തീരത്താണ്? ബ്രഹ്മപുത്ര. ബ്രഹ്മപുത്ര നദിയുടെ തീരത്താണ് ഗുവാഹത്തി. സൂറത്ത് ഏത് നദിയുടെ തീരത്താണ്? സൂറത്ത് ഏത് നദിയുടെ തീരത്താണ്? തപ്തി. തപ്തി നദിയുടെ തീരത്താണ് സൂറത്ത്. ജബൽപൂർ ഏത് നദിയുടെ തീരത്താണ്? ജബൽപൂർ ഏത് നദിയുടെ തീരത്താണ്? നർമ്മദ. നർമ്മദ നദിയുടെ തീരത്താണ് ജബൽപൂർ. ദി പോസ്റ്റ് ഓഫീസ് രചിച്ചത്? ദി പോസ്റ്റ് ഓഫീസ് രചിച്ചത് ടാഗോർ. ടാഗോറാണ് ദി പോസ്റ്റ് ഓഫീസ് രചിച്ചത്. ഗുരുസാഗരം രചിച്ചത്? ഗുരുസാഗരം രചിച്ചത് ഒ വി വിജയൻ. ഒ വി വിജയനാണ് ഗുരുസാഗരം രചിച്ചത്. ജ്ഞാനപീഠം, എഴുത്തച്ഛൻ പുരസ്കാരം, വള്ളത്തോൾ പുരസ്കാരം എന്നിവ നേടിയ ആദ്യ വ്യക്തി? ജ്ഞാനപീഠം, എഴുത്തച്ഛൻ പുരസ്കാരം, വള്ളത്തോൾ പുരസ്കാരം എന്നിവ നേടിയ ആദ്യ വ്യക്തി തകഴി. തകഴിയാണ് ജ്ഞാനപീഠം, എഴുത്തച്ഛൻ പുരസ്കാരം, വള്ളത്തോൾ പുരസ്കാരം എന്നിവ നേടിയ ആദ്യ വ്യക്തി. ആദ്യ വള്ളത്തോൾ അവാർഡിന് അർഹനായത്? ആദ്യത്തെ വള്ളത്തോൾ അവാർഡിന് അർഹനായത് പാല നാരായണൻ നായർ. പാല നാരായണൻ നായരാണ് ആദ്യത്തെ വള്ളത്തോൾ അവാർഡിന് അർഹനായത്. ലിത്താർജ് ഏതിൻ്റെ അയിരാണ്? ലിത്താർജ് ഏതിൻ്റെ അയിരാണ്? കർത്തിയം. കർത്തിയത്തിൻ്റെ അയിരാണ് ലിത്താർജ്. ഋഗ്വേദം ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത്? ഋഗ്വേദം ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് മാക്സ് മുള്ളർ. മാക്സ് മുള്ളറാണ് ഋഗ്വേദം ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത്. ഓങ്കസേ വർഗ്ഗക്കാർ അധിവസിക്കുന്ന സ്ഥലം? ഓങ്കസേ വർഗ്ഗക്കാർ അധിവസിക്കുന്ന സ്ഥലം ആൻഡമാൻ. ആൻഡമാനിലാണ് ഓങ്കസേ വർഗ്ഗക്കാർ അധിവസിക്കുന്നത്. ഒരു മൈൽ എത്ര കിലോമീറ്ററാണ്? ഒരു മൈൽ എത്ര കിലോമീറ്ററാണ്? 1.609 കിലോമീറ്റർ. 1.609 കിലോമീറ്ററാണ് ഒരു മൈൽ എന്നത്. ഒരേ സമയം ആസിഡിൻ്റെയും ക്ഷാരത്തിൻ്റെയും സ്വഭാവങ്ങൾ പ്രകടിപ്പിക്കുന്ന പദാർത്ഥങ്ങൾക്കുള്ള പേര്? ഒരേ സമയം ആസിഡിൻ്റെയും ക്ഷാരത്തിൻ്റെയും സ്വഭാവങ്ങൾ പ്രകടിപ്പിക്കുന്ന പദാർത്ഥങ്ങൾക്കുള്ള പേര് ആംഫോടെറിക്. ആംഫോടെറിക് എന്നാണ് ഒരേ സമയം ആസിഡിൻ്റെയും ക്ഷാരത്തിൻ്റെയും സ്വഭാവങ്ങൾ പ്രകടിപ്പിക്കുന്ന പദാർത്ഥങ്ങൾ അറിയപ്പെടുന്നത്. തിരഞ്ഞെടുപ്പിലൂടെ വീണ്ടും അധികാരത്തിൽ വന്ന ആദ്യത്തെ കോൺഗ്രസ് ഇതര പ്രധാനമന്ത്രി? തിരഞ്ഞെടുപ്പിലൂടെ വീണ്ടും അധികാരത്തിൽ വന്ന ആദ്യത്തെ കോൺഗ്രസ് ഇതര പ്രധാനമന്ത്രി എ ബി വാജ്പേയി. എ ബി വാജ്പേയി ആയിരുന്നു തിരഞ്ഞെടുപ്പിലൂടെ വീണ്ടും അധികാരത്തിൽ വന്ന ആദ്യത്തെ കോൺഗ്രസ് ഇതര പ്രധാനമന്ത്രി. പട്ട്, കളിമൺ പാത്രങ്ങൾ എന്നിവ ആദ്യമായി ഉപയോഗിച്ച രാജ്യം? പട്ട്, കളിമൺ പാത്രങ്ങൾ എന്നിവ ആദ്യമായി ഉപയോഗിച്ച രാജ്യം ചൈന. ചൈനയായിരുന്നു പട്ട്, കളിമൺ പാത്രങ്ങൾ എന്നിവ ആദ്യമായി ഉപയോഗിച്ചത്. ബാലിസ്റ്റിക് മിസൈൽ കണ്ടുപിടിച്ചത്?
ബാലിസ്റ്റിക് മിസൈൽ കണ്ടുപിടിച്ചത് വെർണർ വോൺ ബ്രൗൺ. വെർണർ വോൺ ബ്രൗൺ ആണ് ബാലിസ്റ്റിക് മിസൈൽ കണ്ടുപിടിച്ചത്. ഇത്രയുമാണ് ചോദ്യങ്ങൾ. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.